ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഉത്രാടത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളും തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളുമാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ രാത്രി പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇവർ രാത്രിക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ കോഴീനെ ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ. ആ ഇതെന്താ? കോയോ? കോയിനാരോ? കൊക്കോ ആണോ? അമ്മേ, ആടെ കൊക്കോനെ കാട്ടിയേ? വണ്ടി കുത്തിയതോ? ആര് ഇവ കാട്ടിയേ കോയിനെ? ഇവ നാദുവോ? ആ, വണ്ടി കുത്തിയതാണോ? അമ്മേ, വണ്ടിക്ക് ഒറ്റ കൊടുക്കണോ? അമ്മേ, കൊടുക്കാട്ടോ നമുക്ക്. ഇവിടെ പച്ചക്കറികൾ അരിയുന്ന തിരക്കിലാട്ടോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ ഒരു ഭാഗത്ത് രാത്രിക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ ബാക്കി വേറെ ഭാഗത്ത് നമ്മൾ നാളത്തെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി അരിയാനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ പുളിഞ്ചി, അച്ചാർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഹാപ്പി ഓണം പറയോ? ഹാപ്പി ഓണം പറഞ്ഞ ഹാപ്പി ഓണം പറയും. ഞങ്ങള് അപ്പം അമ്മ ഇവിടെ പുളിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മേമ അപ്പോൾ അപ്പുറത്ത് ചിക്കനുള്ള അരപ്പിനുള്ള തേങ്ങയൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം അരിയിലൊക്കെ തീർത്ത് വെച്ച് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. അപ്പോൾ തേങ്ങാച്ചോറും നാടൻ കോഴീൻ്റെ കറി പിന്നെ പപ്പടമൊക്കെ ആയിരുന്നു നമ്മൾ കഴിക്കാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ ഇരുന്ന് കണ്ടിട്ട് പിന്നെ ഉറങ്ങി. അങ്ങനെ ഇതാ ഞാനും നീനോട്ടിയും ഒരു 6 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ എണീറ്റ് വരാമെന്നൊക്കെ. അപ്പോൾ 6 മണിയാണ് ഞങ്ങൾക്ക് നേരം. അപ്പോഴേക്കും ഏകദേശ കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഏതായാലും ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളത് വെച്ചു. അപ്പോൾ അത് മത്തനും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നമ്മൾ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ, നമ്മൾ വലിയൊരു ഫാമിലിയാണ്. പിന്നെ നമ്മൾ വേറെ കുറേ ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയൊരു ഓണമാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫാമിലി മൊത്തം ഉണ്ടാവണം ഓണത്തിന്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്താ പറയുക, ഏകദേശം എല്ലാവരും എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ എത്താൻ പറ്റാത്ത സാഹചര്യമാണ് കുറേ കാലമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്, എല്ലാവരും ഒന്നിച്ചുമാണ്. അപ്പോൾ നമ്മൾ അവരുടെ എല്ലാവരെയും ഫ്രണ്ട്സിനെയും അതേപോലെ കുറേ ആളുകളൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർക്കും എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊരു ഓണമായിട്ട് ഫുഡൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം കഴിക്കുന്നത്.
പിന്നെ നമുക്ക് ത്രൂ ഔട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറേ ആളുകൾ വന്നു, ഭയങ്കര തിരക്കായി പോയി, നമുക്ക് അവർക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ. അപ്പം നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ പക്ഷെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ കിച്ചണിൽ ഇതാ അച്ഛ അവിടെ രസത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് ഇതാ ഇവിടെ നമ്മൾ ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇല വെട്ടാൻ പോയിട്ടുണ്ട് കുട്ടച്ച. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് അടുക്കളയിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തൊരു ഓണാണ്. വലിയ ആളുകൾ മുതൽ കുഞ്ഞിയ കുട്ടികൾ വരെ നമ്മളുടെ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ എല്ലാവരും ഒന്നിച്ച് ചെയ്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ലൊരു ഓണമായിരുന്നു. പിന്നെ കുറേ പ്ലാനൊക്കെ നമ്മൾ ചെയ്തിട്ടായിരുന്നു, പക്ഷേ അതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നടക്കാൻ പറ്റാത്തതുണ്ട്, അങ്ങനെയും കുറച്ചുണ്ട്. പക്ഷെ എന്നാലും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ നമ്മളുടെ ഗസ്റ്റൊക്കെ വന്ന് പോയതിന് ശേഷം ലാസ്റ്റ് അമ്മമാരൊക്കെ കഴിക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് മുന്നേ കഴിച്ചു വിശന്നപ്പോൾ. അപ്പം അവർക്ക് വിളമ്പി കൊടുക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളുടെ അവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടിൽ എപ്പോഴും ഓണം വിഷുവൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കുറേ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യും. അവരൊക്കെ വന്ന് കഴിച്ച് പോയതിന് ശേഷമാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കഴിക്കുക. സമയമൊക്കെ ഒരുപാടാവും, പക്ഷെ നമുക്കതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. നമുക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.